അപ്പോൾ ആ ലാസ്റ്റ് വീക്ക് നമ്മൾ ഏകദേശം ഒരു 3 സ്റ്റോക്കിലാണ് പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. JSW സ്റ്റീൽ, അതേപോലെ ടാറ്റ സ്റ്റീൽ, ഭാരതി എയർടെൽ, ഈ ഒരു 3 സ്റ്റോക്കുകളിലായിരുന്നു നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അറൗണ്ട് ഒരു 2 വീക്കിൻ്റെ ഉള്ളിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. നമ്മുടെ അനാലിസിസ് ആ ഒരു രീതിയിലായിരുന്നു. പക്ഷെ എല്ലാ ട്രേഡുകളും നമുക്ക് ആ ഒരു വീക്കിൽ തന്നെ ടാർഗറ്റ് കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ലോസുകളോ കാര്യങ്ങളോ ആ ഒരു ട്രേഡിൽ സംഭവിച്ചിട്ടില്ല. ഫസ്റ്റത്തെ അനാലിസിസ് JSW സ്റ്റീലായിരുന്നു. അറൗണ്ട് ഒരു 858 അതേപോലെ 844 ഇടയിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നമ്മൾ JSW സ്റ്റീലിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. 1 അവറിന്റെ ചാർട്ടാണ് നമ്മൾ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അറൗണ്ട് ഒരു 884 നമ്മൾ ടാർഗറ്റ് പ്ലാൻ ചെയ്തിരുന്നത്. ആ ഒരു പ്രൈസ് വരെ അപ്പാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതായിരുന്നു നമ്മുടെ അനാലിസിസ്. നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ക്ലിയർ ഒരു ഡബിൾ ബോട്ടം പാറ്റേൺ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവിടുന്ന് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ഡബിൾ ബോട്ടം, അതേപോലെ ഈ ഒരു മൂവ്മെന്റ് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ബ്രേക്ക് ഔട്ടിന്റെ ശേഷം ഒരു റീടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ, ഈ ഒരു ഏരിയക്കായിട്ട് റീടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി ആണ് നമ്മളവിടെ പ്ലാൻ ചെയ്തിരുന്നത്. നമുക്ക് ഇതിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം. ഇതിന്റെ ആഫ്റ്റർ പോസ്റ്റ് മാർക്കറ്റ് എന്തായിരുന്നു ഇതിന്റെ മൂവ്മെന്റ് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, ഇതാണ് ആ JSW സ്റ്റീലിലെ നമ്മൾ ട്രേഡ് എടുത്ത ആ ഒരു ഏരിയ എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതായിരുന്നു നമ്മൾ ആ പറഞ്ഞ ഡബിൾ ബോട്ടം ഫോർമേഷൻ. അതിന്റെ ശേഷം ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി. മാർക്കറ്റ് പിന്നീട് ആ ഒരു ഏരിയക്ക് റീടെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഒരു സ്ട്രോങ് ബുള്ളിഷ് ഹാമർ പാറ്റേൺ നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഏകദേശം ഒരു ഡിസ്കൗണ്ട് നമ്മൾ ആ പ്ലാൻ ചെയ്ത ആ ഒരു ഏരിയക്ക് വന്നപ്പോഴാണ് നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, ഒരു ബൈ എൻട്രി പ്ലേസ് ചെയ്തിട്ടുള്ളത്. അറൗണ്ട് ആ ഒരു 842ന്റെ താഴെ ആയിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു 1:1.5 ആ ഒരു ട്രേഡിൽ നിന്ന് റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. അറൗണ്ട് 3% ഗ്രോത്ത് ആണ് നമുക്ക് ആ ഒരു സ്റ്റോക്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കിട്ടിയത്. നമ്മൾ ഏകദേശം ഒരു 1 വീക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് ഒറ്റ ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ ആ ഒരു മൂവ്മെന്റ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു JSW സ്റ്റീലത്തെ നമ്മുടെ അനാലിസിസും. ഏകദേശം ആ ഒരു 1 വീക്കിന്റെ ഉള്ളിൽ തന്നെ അതിന്റെ റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് മൂവ്മെന്റ് കാണാൻ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ടാർഗറ്റ് കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ടാറ്റ സ്റ്റീലിലായിരുന്നു. ടാറ്റ സ്റ്റീൽ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു പെനറ്റ് ഫ്ലാഗ് ഫോർമേഷനിലായിരുന്നു മാർക്കറ്റ് നിൽക്കുന്നുണ്ടായിരുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട്, ഒരു ഫ്ലാഗ് ബ്രേക്ക് ഔട്ടിന്റെ ശേഷം മാർക്കറ്റ് ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ് തരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതായിരുന്നു നമ്മുടെ പ്ലാന്. അപ്പോൾ ഈ ഒരു ഏരിയ എപ്പോഴാണോ മാർക്കറ്റ് ഹൈ വോളിറ്റി ബ്രേക്ക് ചെയ്യുന്നത് ആ ടൈമിൽ ട്രേഡ് എടുക്കാനായിരുന്നു നമ്മൾ കമ്മ്യൂണിറ്റിയിൽ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫസ്റ്റ് ടാർഗറ്റ് എന്നുള്ള ലെവലിൽ നമ്മളൊരു 169.30 ആണ് പ്ലാൻ ചെയ്തത്. പിന്നെ അതിന്റെ ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രം ഹോൾഡ് ചെയ്യാൻ. നമുക്കറിയാം ടാറ്റ സ്റ്റീൽ തന്നെ ഫണ്ടമെന്റലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. നിഫ്റ്റി 50 വരുന്ന സ്റ്റോക്കാണ്. ഡെഫിനറ്റ്ലി ഇതൊക്കെ നല്ല രീതിയിൽ അപ്പാവാൻ ചാൻസ് ഉള്ള സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ അവിടുന്ന് ഒരു ഗ്രോത്ത് നമ്മൾ വീണ്ടും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഏകദേശം ഒരു 1 വീക്കിന്റെ ഉള്ളിൽ തന്നെ നല്ലൊരു മൂവ്മെന്റ് കിട്ടിയോണ്ട് ഒരു 169 ആ ഒരു ലെവലിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു ബ്രേക്ക് ഡൗൺ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തതിന്റെ ശേഷം മാർക്കറ്റ് പിന്നെ ഒന്ന് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ചെറിയൊരു റീട്രേസ്മെന്റ് കിട്ടിയ ടൈമിലായിരുന്നു നമ്മൾ അവിടുന്ന് എൻട്രി എടുത്തത്. ഏകദേശം ഒരു 159.80 നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടുന്ന രീതിയിലായിരുന്നു നമ്മളെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത്. ഏകദേശം ഒരു 3.5%ഓളം നമുക്ക് റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. ആ ഒരു വീക്ക് തന്നെ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അറൗണ്ട് ഒരു ഫ്രൈഡേ ഒക്കെ ആയിട്ടായിരുന്നു എനിക്ക് ആ ഒരു ടാർഗറ്റ് ഈ ഒരു സ്റ്റോക്കിൽ അച്ചീവ് ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമ്മുടെ തേർഡ് അനാലിസിസ് ആയിട്ടുണ്ടായിരുന്നത് എയർടെല്ലിലായിരുന്നു, ഭാരതി എയർടെല്ലിലായിരുന്നു. ഭാരതി എയർടെല്ലിൽ നമ്മൾ ഡിസ്കോഡിൽ ഷെയർ ചെയ്തത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. യെസ്, ഡിസ്കോഡിൽ ഷെയർ ചെയ്തത് നമ്മൾ ഈ ഒരു രീതിയിലായിരുന്നു. ഒരു 1289 നിൽക്കുമ്പോഴാണ് നമ്മൾ അനാലിസിസ് ഷെയർ ചെയ്തത്. നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ടിലോട്ട് തിരിച്ചിറങ്ങിയിട്ടാണ് മാർക്കറ്റ് പിന്നെ ഒരു അപ്പ് മൂവ്മെന്റ് തരാന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഇതിലൊരു ക്ലിയർ ഒരു റീടെസ്റ്റ് അല്ലെങ്കിൽ ഒരു റീട്രേസ്മെന്റ് മാർക്കറ്റ് ആ ഒരു ഏരിയയിലോട്ട് തിരിച്ചു വരാതെ തന്നെ നമുക്ക് ആ ഒരു ടാർഗറ്റ് ഏരിയയിലോട്ട് കയറി പോവാണ് ചെയ്തത്. മാർക്കറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ആ ഒരു ടാർഗറ്റ് കവർ ചെയ്ത് പോവാണ് ചെയ്തത്. അപ്പൊ ഈ ഒരു എയർടെല്ലിൽ നമുക്കൊരു പ്രോപ്പർ എൻട്രി പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കി നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ടാറ്റ സ്റ്റീലും JSW സ്റ്റീലും നമുക്ക് നല്ലൊരു എൻട്രി തന്നെ പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അറൗണ്ട് ഒരു 6 to 7% അടുത്ത് സ്റ്റോക്കുകൾ നമുക്ക് ഗ്രോത്ത് തന്നിട്ടുണ്ട്. രണ്ടും ഏകദേശം ഒരു 1:1.5ഉം 1:2 റേഷ്യോയിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് സ്വിംഗ് ട്രേഡിൽ നിന്ന് തന്നെ നമുക്ക് അറൗണ്ട് ഒരു 4 to 5% വീക്ക്ലി ക്രിയേറ്റ് ചെയ്യാൻ തന്നെ വളരെ നല്ല റിസൾട്ടാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. എല്ലാ വീക്കിലും നമ്മൾ ഇതേപോലെ നമ്മുടെ അനാലിസിസുകൾ ഡിസ്കോഡിൽ ഷെയർ ചെയ്യാറുണ്ട്.
അപ്പോൾ പബ്ലിക്കിൽ നിന്ന് നിങ്ങൾക്കും ഈ ഒരു ഡിസ്കോഡിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു അനാലിസിസുകൾ നിങ്ങൾക്കും കൂടി കാണണം, അല്ലെങ്കിൽ ആ ഒരു ട്രേഡ് നിങ്ങൾക്കും കൂടി പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാൻ വെച്ചാൽ നിങ്ങൾക്കും കൂടി ഈ ഡിസ്കോഡിലോട്ട് ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും.